Hello dear students, iPlus Training Solutions in പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ Neoclassical Theory of Investment, Accelerator Theory and Tobin's Q ratio ഈ മൂന്ന് ടോപ്പിക്കുകളാണ് മെയിനായിട്ടും ഡീൽ ചെയ്യുന്നത്. മാക്രോ ഇക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ. If an increase in investment leads to a bigger increase in national income, അതിനെ എന്താണ് പറയുന്നത്? ആക്സിലറേറ്റർ എന്നാണോ, അഗ്രിഗേറ്റ് ഡിമാൻഡ് റൈസ് എന്നാണോ, മോണിറ്റാരിസം എന്നാണോ, മൾട്ടിപ്ലയർ എന്നാണോ? If an increase in investment leads to bigger increase in national income, ഇൻക്രീസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് നാഷണൽ ഇൻകത്തെ വളരെ വലുതായിട്ട് ബാധിക്കുന്നുവെങ്കിൽ അതിനെന്താണ് പറയുന്നത്? നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു ബിക്കോസ് ഓഫ് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. വാട്ട് ഇസ് ഇറ്റ് കോൾഡ്? അതാണ് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യുവാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിക്കേ. Tobin's Q theory of investment indicates that the firms add to their stock of capital when the replacement value of their real assets exceeds the market value of their financial assets, the market value of their financial assets exceeds the replacement value of their real assets, the market value of the real assets exceeds the book value of their financial assets, and the last option is the market value of their financial assets exceeds the book value of their real assets. Tobin's Q theory of investment പ്രകാരം ഒരു ഫേം എപ്പോൾ വരെയാണ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യുന്നത്? എന്ത് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് അവർ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലേക്ക് ഓരോ ഫേംസും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതെന്നാണ് ടോബിൻസ് ക്യൂ തൻ്റെ തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പഠിക്കുമ്പം ആദ്യമായിട്ട് നമ്മൾ കെയ്ൻസ് തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ള കെയ്ൻസിൻ്റെ ഐഡിയോളജി എന്താണെന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ നോക്കിയിട്ടുണ്ട്. ഇനി കെയ്ൻസിന് ശേഷം നിയോക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു സ്കൂൾ ഓഫ് ഐഡിയോളജി ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഡെയിൽ ഡബ്ല്യു ജോഗൻസൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ് മെയിനായിട്ടും നിയോക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോൺട്രിബ്യൂട്ടറായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഡെയിൽ ഡബ്ല്യു ജോഗൻസൺ അല്ലെങ്കിൽ DW ജോഗൻസൺ എന്നൊക്കെയാണ് നിയോക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു കോൺട്രിബ്യൂട്ടറായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ദിസ് തിയറി ഈസ് കോൾഡ് ആസ് നിയോക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ബിഹേവിയർ because it is based on the neoclassical theory of optimal capital accumulation. നിയോക്ലാസിക്കൽ ഒപ്റ്റിമൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ തിയറിയെ ബേസ് ചെയ്തിട്ടാണ് ഡെയിൽ ഡബ്ല്യു ജോഗൻസൺ തൻ്റെ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഒപ്റ്റിമൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ തിയറിയെ ബേസ് ചെയ്തിട്ടാണ് നിയോക്ലാസിക്കൽ തിയറിയായ ഒപ്റ്റിമൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ തിയറിയെ ബേസ് ചെയ്തിട്ടാണ് നിയോക്ലാസിക്കൽ തിയറി ഡെയിൽ ഡബ്ല്യു ജോഗൻസൺ മുന്നോട്ട് കൊണ്ടുവന്നത്. ഈ ഒപ്റ്റിമൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ ഇസ് ഡിറ്റർമൈൻഡ് by the relative prices of factors of production. ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ റിലേറ്റീവ് പ്രൈസസ്, അബ്സല്യൂട്ട് പ്രൈസിങ് മെത്തേഡ് അല്ല, റിലേറ്റീവ് പ്രൈസസിൻ്റെ റേഷ്യോനെ ബേസ് ചെയ്തിട്ടാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ നിയോക്ലാസിക്കലുകാർ പ്രൊപ്പോണ്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒപ്റ്റിമൽ ക്യാപിറ്റൽ അക്യുമുലേഷനെ ബേസ് ചെയ്തിട്ടാണ് നിയോക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി ബൈ ദ നിയോക്ലാസിക്കൽ തിയറിസ്റ്റുകാർ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. The neoclassical theory explains that at a particular time how much capital stock a firm desires to achieve. ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്ര ക്യാപിറ്റൽ സ്റ്റോക്കാണ് ഒരു ഫേം അച്ചീവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നിയോക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്ര ക്യാപിറ്റൽ സ്റ്റോക്കാണ് ഒരു ഫേം അച്ചീവ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്, അല്ലെ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, rate of investment is determined by the speed with which the firms adjust their capital stock towards the desired level. അപ്പോൾ എത്രയാണ് അവർ ക്യാപിറ്റൽ സ്റ്റോക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ സ്പീഡ്, ഇവർ ഈ ക്യാപിറ്റൽ സ്റ്റോക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്പീഡിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഇപ്പോൾ ഒരു ഫേമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കണമെങ്കിൽ അവർ ക്യാപിറ്റൽ സ്റ്റോക്കിലേക്ക് എത്ര സ്പീഡ് റേറ്റിലാണ് അവർ ആ ഡിസൈർഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് അറ്റൈൻ ചെയ്യുവാൻ വേണ്ടി അവരുടെ ഡിസയർ എത്രയാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് നടക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദി സ്പീഡ് വിത്ത് വിച്ച് ദ ഫേംസ് അഡ്ജസ്റ്റ് ദർ ക്യാപിറ്റൽ സ്റ്റോക്ക്. ഒരു ഫേം അതിൻ്റെ ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്പീഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നതെന്നാണ് ഡെയിൽ ഡബ്ല്യു ജോഗൻസൺ തൻ്റെ തിയറിക്കകത്തൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നോക്കി
നിയോക്ലാസിക്കൽ തിയറിക്കകത്ത് ഒരു ഫേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? എന്ത് ബേസിസിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഓരോ ഫേംസും എടുക്കുന്നത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി സ്പീഡ് ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ്റെ സ്പീഡിനെ ബേസ് ചെയ്തിട്ടാണ്. സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലേക്ക് എത്ര സ്പീഡിലാണ് ക്യാപിറ്റൽ അഡീഷൻ നടക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത്. Addition to the stock of capital is determined by the marginal product of capital and user cost of capital. അപ്പോൾ ഇനി ഈ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലേക്ക് ഓരോ ഫേമും ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ അത് എന്തിൻ്റെ ബേസിസിലായിരിക്കും? മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലും അതുപോലെ തന്നെ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ ക്യാപിറ്റൽ അക്യുമുലേഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഓഫ് addition to the capital is determined on the basis of two things. എന്തൊക്കെയാണ്? മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലും യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ റിയൽ റെൻ്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, റെൻ്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഒരു ക്യാപിറ്റൽ നമ്മൾ റെൻറ്റ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് ചിലവാകുന്ന റെൻ്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നൊക്കെ അതിനെ അറിയപ്പെടാറുണ്ട്. ഇനി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്കറിയാം. ഇറ്റ് ഇസ് ദ മെഷേഴ്സ് ദാറ്റ് അഡീഷൻ ടു ദ പ്രൊഡക്ഷൻ ബൈ ദി യൂസിങ് അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ, ലേബർ ഓർ ടെക്നോളജി റിമൈനിങ് കോൺസ്റ്റന്റ്. അപ്പോൾ ക്യാപിറ്റൽ അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ആഡ് ചെയ്യുമ്പോൾ എത്രത്തോളം ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഉണ്ട്? വെൻ ടെക്നോളജി ആൻഡ് ലേബർ ആർ കോൺസ്റ്റൻറ്റ്. ടെക്നോളജിയും ലേബറും കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ക്യാപിറ്റലിലേക്ക് ഒരു എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ആഡ് ചെയ്യുമ്പോൾ എത്രത്തോളം പ്രൊഡക്ഷൻ ഉണ്ടെന്നാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. ഡ്യൂ ടു ദി ഓപ്പറേഷൻ ഓഫ് ഡോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്, ഈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ MPക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്തുണ്ട്? ഒരു ലോ ഓഫ് ഓപ്പറേഷൻ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ അഡീഷണൽ യൂണിറ്റ്സ് ആഡ് ചെയ്യുന്തോറും പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. മറ്റ് ഫാക്ടേഴ്സ് അതായത് ലേബർ, ടെക്നോളജി ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഓരോ എക്സ്ട്രാ യൂണിറ്റും ആഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട്? ഈ എക്സ്ട്രാ ക്യാപിറ്റലിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? ഡിമിനിഷിംഗ് റിട്ടേൺസ് MPക്കകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ആഡ് ചെയ്യുമ്പോഴും ഡിക്ലൈൻ ഇൻ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിയോക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനായ കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. നിയോക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അതായത് MPK ആൻഡ് യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈക്വൽ ആകുന്ന പോയിന്റിലാണ് ഒരു ഫേം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നടത്തുന്നത്. അപ്പോൾ ആ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഡിസിഷനൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വെച്ചിട്ടാണ്. കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിയോക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ഈ നിയോക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? ഒരു ഫേം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന എപ്പോഴാണ്? വെൻ ദി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ദി യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലും യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഈക്വൽ ആകുന്ന പോയിന്റിലാണ് ഒരു ഫേം മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് യൂസിങ് ദി കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഒരു ഫേം അഡീഷൻ ടു ദി ക്യാപിറ്റൽ സ്റ്റോക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റലും അതുപോലെ തന്നെ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമാണ്. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഓൾവേസ് ഹാവിങ് എ ഡിമിനിഷിംഗ് റിട്ടേൺസ്. ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എപ്പോഴും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദി എക്സ്പെൻസസ് ബോൺ ബൈ ദി ഓണർ ഓർ റെൻഡർ ഓഫ് ക്യാപിറ്റൽ. ഒരു ഫേം നമുക്ക് ആ പേര് പറയുന്നതോടെ തന്നെ ഒരു ക്യാപിറ്റൽ യൂസ് ചെയ്യുമ്പോൾ അത് ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ അത് റെൻറ്റ് ചെയ്തെടുത്ത ആ ഓണറിന് ഉണ്ടാകുന്ന എക്സ്പെൻസസ് ആണ് യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഫോർ എക്സാമ്പിൾ, എൻ്റെ കമ്പനിയിൽ ഒരു പ്രത്യേക തരം മെഷീൻ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മെഷീൻ ഇല്ല എന്ന് വിചാരിക്കാം. ഞാനപ്പോൾ എന്ത് ചെയ്യുന്നു? ആ മെഷീൻ ഒരിടത്തു നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ബോറോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് മേടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചിലവാകുന്ന അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന റെൻ്റാണ് എനിക്ക് എന്ത്? യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഒരു ക്യാപിറ്റൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലവാകുന്ന എമൗണ്ട് ആണ് എന്ത്? യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ 3 ഫാക്ടേഴ്സ്: ക്യാപിറ്റൽ ഗുഡ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. ക്യാപിറ്റൽ ഗുഡ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്? 3 ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ക്യാപിറ്റൽ ഗുഡ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും റേറ്റ് ഓഫ് ഡിപ്രിസിയേഷനും അതുപോലെ തന്നെ എന്ത് ക്യാപിറ്റൽ ഗുഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നും കൺസിഡർ ചെയ്യുന്നുണ്ട്.
യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് നെഗറ്റീവ്ലി റിലേറ്റഡ് ടു ദ ഡിസൈർഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസൈർഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, നമുക്ക് എത്രത്തോളം ക്യാപിറ്റൽ സ്റ്റോക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡിസയർ എത്രയാണ്, അത് നെഗറ്റീവ്ലി റിലേറ്റഡ് ടു യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പം നമ്മുടെ യൂസർ കോസ്റ്റ് അല്ലെങ്കിൽ റെൻ്റൽ കോസ്റ്റ്, റെൻറ്റ് ചെയ്യുമ്പോഴുള്ള ചിലവ് വളരെ കൂടുതലാണെങ്കിൽ നമ്മുടെ ഡിസൈർഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എന്തായിരിക്കും? കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, എൻ്റെ കമ്പനിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേകതരം മെഷീൻ എനിക്ക് ബോറോ ചെയ്യണമെങ്കിൽ എനിക്ക് ഉണ്ടാകുന്ന ലാഭത്തിനെക്കാട്ടിലും എനിക്ക് ഭയങ്കരമായിട്ട് റെൻറ്റ് ഞാൻ അതിന് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അത് ബോറോ ചെയ്യത്തില്ല. അപ്പോൾ എൻ്റെ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ അവിടെ എന്താണ്? കുറയുകയാണ്. ഞാനത് ബോറോ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ആ ക്യാപിറ്റൽ ലഭിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ കുറയുന്നു. അപ്പോൾ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റെൻ്റൽ കോസ്റ്റ് ഓഫ് എ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, ഡിസയേർഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? അവിടെ കുറയുന്നു. According to Jorgensen, so long as MPK is greater than the user cost of capital, a firm will find it profitable to make investment in fixed capital. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫേം എപ്പോൾ വരെയാണ് അല്ലെങ്കിൽ എന്ത് പോയിന്റ് വരെയാണ് പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്? എപ്പോൾ വരെയാണ്? MPK യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ ജോഗൻസൺ പറഞ്ഞു ഒരു മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ MPK ഈസ് ഗ്രേറ്റർ ദാൻ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റെൻ്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടിലും എനിക്ക് ചിലവാകുന്നതിനെക്കാട്ടിലും എനിക്ക് കിട്ടുന്നതാണ് കൂടുതലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ. ഞാൻ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അപ്പോൾ ഒരു മാക്സിമം പ്രോഫിറ്റ് ലഭിക്കുന്ന പോയിന്റ് ഏതാണ്? MPK ഈസ് ഈക്വൽ ടു യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു, MPK കുറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് എന്താണ് ഉണ്ടാകുന്നത്? അവിടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് യൂസിങ് ദി കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കണ്ടോ, MPK എപ്പോഴും ഡിമിനിഷിംഗ് റിട്ടേൺസ് ആയതുകൊണ്ടാണ് MPK ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഇരിക്കുന്നത്. ഇറ്റ് ഓപ്പറേറ്റ്സ് എ ഡൗ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ആൻഡ് ദെയർഫോർ MPK ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ലൈൻ. മാക്സിമം പ്രോഫിറ്റ് എവിടെയാണ്? MPK ഈസ് ഈക്വൽ ടു യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. MPK എപ്പോഴും ഗ്രേറ്റർ ദാൻ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ മാത്രമേ ഒരു ഫേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തത്തുള്ളൂ. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്? It is based on the rate of interest and the rate of depreciation. ഇനി ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ നിയോക്ലാസിക്കൽ തിയറിക്ക് ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു തിയറിയാണ് ആക്സിലറേറ്റർ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആക്സിലറേറ്റർ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയിനായിട്ടും പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് കെയ്ൻസ് ആണ്, JM Keynes. The concept of multiplier states that as the investment increases, income increases by a multiple amount. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നു? ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു ബൈ മൾട്ടിപ്പിൾ എമൗണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൾട്ടിപ്ലയർ ഇഫക്റ്റ് ബൈ കെയ്ൻസിനകത്ത് നമുക്ക് എന്താണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? ഒരിടത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുവെങ്കിൽ, ഒരു കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിനകത്തെ അതിൻ്റെ ഇൻകവും എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്പിൾ ടൈംസിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ത് നടത്തണം? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? മൾട്ടിപ്പിൾ എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഇൻ ഇൻകം നടക്കത്തുള്ളൂ. On the other hand, there is a concept of accelerator. ഒരു ആക്സിലറേറ്റർ കോൺസെപ്റ്റ് ഉണ്ട്. ഇതിന് എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുന്നതാണ്. വിച്ച് വാസ് നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ബൈ കെയ്ൻസ് വിച്ച് ഹാസ് ബിക്കം പോപ്പുലർ ആഫ്റ്റർ കെയ്ൻസ്. കെയ്ൻസിന് ശേഷം പോപ്പുലർ ആയിട്ട് വന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് ആക്സിലറേറ്റർ തിയറി. മൾട്ടിപ്ലയർ തിയറിക്കകത്ത് നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ മൾട്ടിപ്പിൾ ടൈംസിൽ എന്തുണ്ടാകുന്നുണ്ട്? ഇൻക്രീസ് ഇൻ ഇൻകം ഉണ്ടാകുന്നു. എന്നാൽ ആക്സിലറേറ്റർ തിയറിക്കകത്തോടെ എന്താണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? Acceleration principle describes the effect quite opposite to that of multiplier. Multiplier effectന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. According to this, when income or consumption increases, investment will increase by multiple amount. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ്. മറ്റേ ആദ്യം മൾട്ടിപ്ലയർ ഇഫക്റ്റിനകത്ത് എന്താണ് പറയുന്നത്? ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ ആക്സിലറേറ്റർ തിയറിക്കകത്ത് ഇൻകം അല്ലെങ്കിൽ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ് ആക്സിലറേറ്റർ തിയറിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കെയ്ൻസ് എക്സ്പ്ലെയിൻ ചെയ്ത തിയറി അല്ല ആക്സിലറേറ്റർ തിയറി. മൾട്ടിപ്ലയർ തിയറിയാണ് കെയ്ൻസ് മുന്നോട്ട് കൊണ്ടുവന്നത്. അതിനുശേഷം നിലവിൽ വന്നൊരു തിയറിയാണ് എന്ത്? ആക്സിലറേറ്റർ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. The principle refers to the relationship between increase in total output and additional investment spending that occurs due to such output increase. അപ്പോൾ എന്താണ് ഈ പ്രിൻസിപ്പിൾ? അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരു ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻകത്തിലുണ്ടാകുന്ന ഇൻക്രീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൊടുക്കുകയും ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിലേക്ക് നയിക്കുന്നു? മോർ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. അപ്പോൾ നമുക്കൊരു ഇൻക്രീസ് ഇൻ ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു.
ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ആ ഔട്ട്പുട്ട് ഇൻക്രീസ് നമ്മൾ എന്തിലേക്ക് നയിക്കുന്നു? ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നയിക്കുന്നു. ഇനി ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് വീണ്ടും ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുവാനും പിന്നെ എന്തിലേക്ക് നയിക്കുന്നതും? ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ഇൻകം ഇൻക്രീസ് ആണ്. ആ ഇൻകം ഇൻക്രീസ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നയിക്കുന്നതെന്നാണ് ആക്സിലറേറ്റർ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് മെയിനായിട്ടും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ആക്സിലറേറ്റർ തിയറിക്കകത്ത് എന്താണ്, ആക്സിലറേറ്റർ തിയറിക്കകത്തോടെ നമുക്ക് എന്താണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം ഓഫൺ റിസൾട്ട് ഇൻ ദി പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് സ്പെൻഡിങ്. നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നു? പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് സ്പെൻഡിങ്ങിലും ഇൻക്രീസ് ഉണ്ടാകുന്നു. അപ്പം നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നാണ് ആക്സിലറേഷൻ പ്രിൻസിപ്പിളിനകത്തോട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇത് ആക്സിലറേറ്റർ ഇസ് ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് റിസൾട്ടിംഗ് ഫ്രം ആൻ ഇൻക്രീസ് ഇൻ ഇൻകം. ഇൻകത്തിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് മൂലം ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെന്റിനെയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ആക്സിലറേറ്റർ തിയറിക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇൻകത്തിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം ആണ് പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് സ്പെൻഡിലേക്ക് നയിക്കുന്നത് എന്നാണ് ആക്സിലറേറ്റർ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ ഡയറക്ഷൻ ഓർത്ത് വെച്ചിരിക്കുക. ഫസ്റ്റ് എന്താണ് ഉണ്ടാകുന്നത്? ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് ആക്സിലറേറ്റർ തിയറിക്കകത്ത്. എന്നാൽ മൾട്ടിപ്ലയർ തിയറിക്കകത്ത്, കെയ്ൻസിന്റെ മൾട്ടിപ്ലയർ തിയറിക്കകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻകം ഇൻക്രീസ് ചെയ്യും എന്നാണ് മൾട്ടിപ്ലയർ തിയറിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ആക്സിലറേറ്റർ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റിനകത്ത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കോൺസ്റ്റന്റ് ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ആർ മെയ്ഡ് പോസിബിൾ ബൈ ചേഞ്ചസ് ഇൻ ദി സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇൻക്രീസ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യണം. കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയ്ക്കകത്ത് ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് ആർ മെയ്ഡ് പോസിബിൾ ബൈ ദി സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്നതോടുകൂടിയാണ് എന്തുണ്ടാകുന്നത്? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ വാട്ട് ടു ഡു? സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ കാരണം എന്താണ്? ദിസ് ഇസ് ബിക്കോസ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിൽ ചേഞ്ച് വേണം. സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന എന്തിൻ്റെയൊക്കെ ബേസിസിലാണ്? മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റലും യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമാണ്. MPK is equal to യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരെയാണ് ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഇനി യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്? യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒരു എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യുവാൻ വേണ്ടി മേടിക്കുമ്പോൾ അല്ലെങ്കിൽ റെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലവാകുന്ന കോസ്റ്റ് ആണ് എന്ത്? യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, യൂസർ ഒരു ക്യാപിറ്റൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചിലവാകുന്നതാണ് എന്ത്? യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണെന്ന് പറഞ്ഞു? 3 ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു. റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്, പർച്ചേസ് ഡിപ്രിസിയേഷൻ റേറ്റ്, മെയിൻ്റനൻസ് റേറ്റ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത്? യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഗ്രേറ്റർ ദാൻ MPK ആണെങ്കിൽ അപ്പോൾ എന്താണ്? നമുക്കവിടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? MPK ഇൻക്രീസ് ചെയ്യണം. അതുകൊണ്ട് ആ സിറ്റുവേഷനിൽ ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കും? ലോ ആയിരിക്കും. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലാണെങ്കിൽ നമുക്കൊരു കാര്യം റെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെന്റ് ഭയങ്കര കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റെന്റ് ചെയ്യാതിരിക്കും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ക്യാപിറ്റൽ സ്റ്റോക്ക് കുറയുന്നു. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് അവിടെ കുറവായിരിക്കും. മറിച്ച് ഇൻവെസ്റ്റ്മെന്റ് കൂടുന്ന എപ്പോഴാണ്? യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റലിനെക്കാട്ടിൽ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മോർ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അങ്ങനെയാണെങ്കിൽ MPK എന്ത് ചെയ്യണം? ഫോൾ ചെയ്യണം. കാരണം അതിന് ഒരു സർട്ടൺ പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാപിറ്റൽ നമുക്ക് ഓവർ ക്യാപിറ്റൽ വരികയും നമുക്കത് എന്തായി തീരും? നഷ്ടമായി തീരും. അതുകൊണ്ട് തന്നെ ഒരു MPK is equal to യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ മാത്രമേ ഒരു പ്രോഫിറ്റ് മെയിൻ്റനൻസ് നടക്കത്തുള്ളൂ. അപ്പോൾ ഈ MPK ഗ്രേറ്റർ ദാൻ യൂസർ കോസ്റ്റ് ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അവിടെ വളരെ കൂടുതലായതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ ഇതാണ് യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. എന്തൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഡിപ്രിസിയേഷൻ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ടോബിൻസ് ക്യൂ റേഷ്യോ. The Q ratio, also known as Tobin's Q, equals the market value of a company divided by its assets replacement cost. അപ്പം ടോബിൻസ് ക്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്?
മാർക്കറ്റ് വാല്യൂ ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ, എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ കമ്പനിക്ക് മാർക്കറ്റിലുള്ള വില എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ കമ്പനി ആ മാർക്കറ്റിൽ. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് എ കമ്പനി ഡിവൈഡഡ് ബൈ ഇറ്റ്സ് അസറ്റ്സ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. അതിൻ്റെ അസറ്റ്സ്, ആ കമ്പനിയുടെ അസറ്റ്സ് റീപ്ലേസ് ചെയ്യുമ്പോൾ എത്ര റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, നമുക്ക് എത്രത്തോളം ചിലവാകുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണോ അസറ്റ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിൽ ഉണ്ടാകുന്നത്. അപ്പം Tobin's Q ratio calculated in the equation is the market value of a company divided by its assets replacement cost. Thus equilibrium is where the market value equals replacement cost. Equilibrium point എവിടെയാണ്? Q ratioയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഇക്വിലിബ്രിയം പോയിന്റ് മാർക്കറ്റ് വാല്യൂവും റീപ്ലേസ്മെൻറ്റ് കോസ്റ്റും ഈക്വൽ ആകുന്ന പോയിന്റ് ആണ്. ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കമ്പനിയുടെ ഏറ്റവും പ്രൊഡക്ടിവിറ്റി റേറ്റിനെയാണ് പറയുന്നത്, പ്രൊഡക്ഷൻ ആണ് പറയുന്നത്. എനിക്കിപ്പോൾ ഒരു നമ്മൾ പറയാറുണ്ട് 2 ബില്യൺ ആണ് ഇന്ന കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ പ്രോഫിറ്റ് പ്രൊഡക്ഷൻ റേറ്റ് ഒക്കെയാണ് നമ്മൾ അതിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ആ മാർക്കറ്റ് വാല്യൂ ഓഫ് എ കമ്പനി അതിൻ്റെ അസറ്റ്സ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റുമായിട്ട് ഈക്വൽ ആകുന്ന പോയിന്റിലാണ് ഇക്വിലിബ്രിയം വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യൂ റേഷ്യോയ്ക്കകത്ത് മാർക്കറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു അസറ്റ്സ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിലാണ് ഇക്വിലിബ്രിയം പോയിന്റ് വരുന്നത്. ഇത് പ്രൊപ്പൗണ്ട് ചെയ്തത് ജെയിംസ് ടോബിൻ ആൻഡ് നിക്കോളാസ് കാൽഡർ ആണ് മെയിനായിട്ട് ഇതിൻ്റെ പ്രൊപ്പോണൻ്റായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ക്യൂ റേഷ്യോ ഇസ് കാൽക്കുലേറ്റഡ് ആസ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് എ കമ്പനി ഡിവൈഡഡ് ബൈ ദി റീപ്ലേസ്മെൻറ്റ് വാല്യൂ ഓഫ് ദി ഫേംസ് അസറ്റ്സ്. ആ ഫേമിൻ്റെ റീപ്ലേസ്മെൻറ്റ് വാല്യൂവുമായിട്ട് എന്താണ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ റീപ്ലേസ്മെൻറ്റ് വാല്യൂ ആണ് എന്ത്? ടോബിൻസ് ക്യൂ റേഷ്യോ. അപ്പോൾ ഇതാണ് എന്ത്? നമ്മൾ ടോബിൻസ് ക്യൂ റേഷ്യോയ്ക്കകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. ഇറ്റ് ഇസ് എ മീൻസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് വെദർ ദ ഗിവൺ ബിസിനസ് ഓർ മാർക്കറ്റ് ഇസ് ഓവർ വാല്യൂഡ് ഓർ അണ്ടർ വാല്യൂഡ്. ഇനി ഈ ടോബിൻസ് ക്യൂ റേഷ്യോ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ബിസിനസ് ഓവർ വാല്യൂഡ് ആണോ, അണ്ടർ വാല്യൂഡ് ആണോ, അല്ലെങ്കിൽ ഒത്തിരി വാല്യൂ അതിന് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ വാല്യൂ നമ്മൾ പ്രതീക്ഷിച്ചതിന് അത്രയും വാല്യൂ ആ കമ്പനിക്ക് ഇല്ലയോ, ഈ ഫാക്ടർ ഡിറ്റർമൈൻ ചെയ്യുവാൻ വേണ്ടിയാണ് ഇങ്ങനെ മാർക്കറ്റ് വാല്യൂ ഓഫ് എ കമ്പനി ഡിവൈഡ് ബൈ അസറ്റ്സ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ക്യൂ റേഷ്യോ ലഭിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു ബിസിനസ് ഓർ കമ്പനി ഡീവാല്യൂഡ്, അണ്ടർ വാല്യൂഡ് ആണോ അതോ ഓവർ വാല്യൂഡ് ആണോ എന്ന് നമുക്ക് ടോബിൻസ് ക്യൂ റേഷ്യോ മൂലം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ടോബിൻസ് ക്യൂ റേഷ്യോയ്ക്കകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചൊരു ടേം ആണ് എന്ത്? റീപ്ലേസ്മെൻറ്റ് വാല്യൂ, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. റീപ്ലേസ്മെൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ കോസ്റ്റ് ഓഫ് റീപ്ലേസിംഗ് ആൻ എക്സിസ്റ്റിംഗ് അസെറ്റ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് കൺസിഡർ ചെയ്തിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു അസെറ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ അതിനുള്ള റീപ്ലേസിംഗ് വാല്യൂവിനെയാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഇസ് നമ്മളൊരു 1 ടെറാബൈറ്റ് ഹാർഡ് ഡ്രൈവ് മേടിച്ചത് $500 പക്ഷേ ഇപ്പോഴത് റീപ്ലേസ് ചെയ്യാൻ നോക്കുമ്പോൾ ജസ്റ്റ് $50 ലഭിക്കുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ എന്താണ്? റീപ്ലേസ്മെൻറ്റ് വാല്യൂ വളരെ കുറവാണ്. ഇപ്പോൾ $500 ഒരു ടെറാബൈറ്റ് ഹാർഡ് ഡ്രൈവ് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചപ്പോൾ ഇന്ന് അത് $50 ലഭിക്കുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ എക്സാക്ട് റീപ്ലേസ്മെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഒരു ഫേം എപ്പോൾ വരെയാണ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫൈനാൻഷ്യൽ അസറ്റ്സ്, ഒരു ഫേമിൻ്റെ, ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ റീപ്ലേസ്മെൻറ്റ് വാല്യൂ ഓഫ് ദ റിയൽ അസറ്റ്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യും. മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫൈനാൻഷ്യൽ അസറ്റ്സ് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും റീപ്ലേസ്മെൻറ്റ് വാല്യൂ കുറവാണെങ്കിൽ എക്സീഡ്സ് ദി റീപ്ലേസ്മെൻറ്റ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണ് നമ്മുടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫൈനാൻഷ്യൽ അസറ്റ്സ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫേം തൻ്റെ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ടോബിൻസ് ക്യൂ റേഷ്യോ നോക്കിയാൽ മനസ്സിലാവും. മാർക്കറ്റ് എൻ്റർപ്രൈസ് വാല്യൂ അല്ല മാർക്കറ്റ് വാല്യൂ ബൈ ടോട്ടൽ അസറ്റ് റീപ്ലേസ്മെൻറ്റ് വാല്യൂ ആണ് എന്ത്? ടോബിൻസ് ക്യൂ റേഷ്യോ. അപ്പോൾ എവിടെ വരെയാണ് ഒരു ഫേം പ്രോഫിറ്റബിൾ ആയിട്ട് ഫേം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആഡ് ചെയ്യുന്നത്? ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്സ് എക്സീഡ്സ് ദ റീപ്ലേസ്മെൻറ്റ് വാല്യൂ ഓഫ് ദി റിയൽ അസറ്റ്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് വാല്യൂവിനെക്കാട്ടിലും മാർക്കറ്റ് വാല്യൂ ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്സ് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യും. ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് എൻ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ലീഡ്സ് ടു ബിഗർ ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം, അതിനെന്താണ് നമ്മൾ പറയുന്നത്? മൾട്ടിപ്ലയറിനകത്ത് എന്താണ് പറയുന്നത്? ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടാകുന്ന ഇൻക്രീസ് നാഷണൽ ഇൻകത്തിലെ ഇൻക്രീസിലേക്ക് നയിക്കുകയാണെങ്കിൽ അത് മൾട്ടിപ്ലയറും, ഇൻകത്തിലുണ്ടാകുന്ന ഇൻക്രീസ് അത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നയിക്കുകയാണ് അതിന് നമ്മൾ എന്തായിട്ട് പറയുന്നു? ആക്സലറേറ്റർ എന്നും പറയുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടാകുന്ന ഇൻക്രീസ് നാഷണൽ ഇൻകത്തിൻ്റെ ബിഗർ ഇൻക്രീസിലേക്ക് നയിക്കുന്നുവെങ്കിൽ അതിന് മൾട്ടിപ്ലയർ എന്ന് പറയുന്നു. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഇനി ടോബിൻസ് ക്യൂ റേഷ്യോ പഠിച്ചപ്പോൾ നമ്മൾ നോക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ്.
ടോബിൻസ്ക്യൂ തിയറിക്കകത്ത് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോൾ വരെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസ് ആഡ് ടു ദ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഇറ്റ് ഇസ് ടിൽ ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫൈനാൻഷ്യൽ അസറ്റ്സ് എക്സീഡ്സ് ദി റീപ്ലേസ്മെൻറ്റ് വാല്യൂ ഓഫ് ദ റിയൽ അസറ്റ്സിന് റീപ്ലേസ്മെൻറ്റ് വാല്യൂ ഓഫ് റിയൽ അസറ്റ്സിനെക്കാട്ടിലും ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഫേമിലെ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. എന്താണ് മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും മാർക്കറ്റ് വാല്യൂ കൂടി നിൽക്കുകയാണ് റീപ്ലേസ്മെൻറ്റ് വാല്യൂവിനെക്കാട്ടിലും മാർക്കറ്റ് വാല്യൂ കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ടോബിൻസ്ക്യൂ തിയറി പ്രൊപ്പൗണ്ട് ചെയ്തതാണ്. ടോബിൻസ്ക്യൂ തിയറിക്കകത്തുനിന്നും ഒരു ഫേം എപ്പോൾ വരെയാണ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്സ് റീപ്ലേസ്മെൻറ്റ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നിയോക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കി. അതുപോലെ തന്നെ നമ്മൾ ആക്സിലറേറ്റർ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കി. പിന്നെ നോക്കിയത് ടോബിൻസ്ക്യൂ റേഷ്യോ നോക്കി, എന്താണെന്ന് നോക്കി, യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നിയോക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഓർക്കുമ്പോൾ തന്നെ ഓർത്ത് വെക്കേണ്ട പേരാണ് ജോഗൻസൺ എന്താണ് പ്രൊപ്പോണ്ട്. ആക്സിലറേറ്റർ തിയറി ഓർത്ത് വെക്കേണ്ടതാണ് നമ്മൾ കെയ്ൻസിന് ശേഷം മൾട്ടിപ്ലയർ തിയറിക്ക് ശേഷം വന്നൊരു തിയറിയാണ് എന്ത് ആക്സിലറേറ്റർ തിയറി. നിയോക്ലാസിക്കൽ തിയറി കോപ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയോക്ലാസിക്കൽ തിയറീസുമായിട്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് തിയറിക്ക് ബന്ധമുണ്ട്. ഇനി അതുപോലെ തന്നെ ടോബിൻസ്ക്യൂ റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്ത് സ്റ്റോക്ക് വരെയാണ് എന്ത് പോയിന്റ് വരെയാണ് ഒരു ഫേം ക്യാപിറ്റൽ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര വരെയാണ് പ്രോഫിറ്റബിൾ എന്നൊക്കെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, പഠിക്കുക. ഈ നോട്ട്സൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇതിനൊക്കെ വേണ്ടി പഠിക്കുവാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ റേഷ്യോസ് അല്ലെങ്കിൽ ആ ഇക്വേഷന് എന്താണ് തിയറി പ്രൊപ്പൗണ്ട് ചെയ്തതിനകത്ത് മെയിൻ ഉദ്ദേശങ്ങൾ, അവരുടെ മറ്റുള്ളവരിൽ നിന്ന് എന്തായിരുന്നു അവരുടെ ഡിഫറൻസ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. താങ്ക് യു ഡിയർ ലേണേഴ്സ്.